ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പം സമയം ഏകദേശം അങ്ങാണ്ട് 10 മണിയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നലെ ഷൂട്ടും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഷൂട്ടെന്ന് വെച്ചാൽ വലിയ ഷൂട്ടൊന്നുമല്ല, നമ്മൾ റീലിൻ്റെ ഷൂട്ടൊക്കെ ആയിരുന്നു. അപ്പം പരിപാടി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോൾ അതാ താമസിച്ചത്. പിന്നെ ഇന്ന് സൺഡേയും കൂടെ അല്ലേ, അപ്പോൾ അതാണ് ലേറ്റായിട്ട് എണീച്ചത്. അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അവൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു നീ കൂടെ എടുക്കാൻ. അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. നമ്മളങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുത്തിട്ടില്ല. അപ്പം 2026 അല്ലേ, ഡേ ഇൻ മൈ ലൈഫ് എന്ന് എടുക്കാമെന്ന് വെച്ചു. അപ്പം ഇനി അങ്ങോട്ട് ഇങ്ങനത്തെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ വലിയ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല. സത്യം പറഞ്ഞാൽ നമുക്ക് ശനി ഞായറുമാണ് ഷൂട്ടിങ് വരാറുള്ളത്. അപ്പോൾ ഇന്ന് പരിപാടി എന്ന് വെച്ചാൽ ഇന്നങ്ങനെ ഷൂട്ടൊന്നും ഇല്ല. ഇന്ന് രാവിലെ വെളുപ്പിനൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് അത് നടന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ രാവിലെ എണീച്ച് പോകേണ്ടതായിരുന്നു. അപ്പോൾ അതെന്തുമായാലും നൈസായിട്ട് പാളിയിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ എന്താണ്, ഇന്ന് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നേരെ പല്ല് തേക്കണം, കുളിക്കണം, ഫുഡ് അടിക്കണം, പിന്നെ അവൻ്റെ വീട്ടിൽ പോകണം. അവിടെ കുറച്ച് നേരം ക്യാരംസ് ഒക്കെ കളിച്ചിരിക്കണം. പിന്നെ ഇവിടെ ഇന്നൊരു ഡബ്ബിങ് ഉണ്ട്, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഡബ്ബിങ് ഉണ്ട്, അതൊക്കെ നോക്കണം. ഇത്ര പരിപാടി അത്രയൊക്കെ ഉള്ളൂ. എന്നിട്ട് ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീടൊന്നും കണ്ടിട്ടില്ല. ഇതാണ് ഐറ്റം. അവൻ്റെ വീട് ഞാൻ കാണിച്ചു തരുന്ന അങ്ങോട്ട് പോകുമ്പം. അപ്പം ഇന്നത്തെ പരിപാടിയൊക്കെ ഇത്രേ ഉള്ളൂ, വലിയ പരിപാടീസൊന്നും ഇല്ല ഇന്ന്. അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് പല്ലൊക്കെ ഒന്ന് തേച്ച് ഫ്രഷ് ആയിട്ട് വരാം. എന്നാലും ഇവിടെ കുളിച്ച് റെഡി ആയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലേക്ക് പെട്ടെന്ന് പോയി, നമ്മുടെ വീട്ടിൽ ഗണപതി അമ്പലം ഉണ്ട്, അവിടെയൊക്കെ ഇന്ന് പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പരിപാടിയൊന്നും കാണത്തൊന്നുമില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞായറാഴ്ചയില്ല, ഇന്നപ്പം വല്ല ഡബ്ബിങ്ങോ അങ്ങനെയൊക്കെ കാണത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്, ഡബ്ബിങ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പിന്നെയും കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ നമുക്കാണെങ്കിൽ അതിന് മുന്നേ ആണെങ്കിൽ നമുക്ക് പോയി ഒന്ന് ഫുഡ് അടിച്ചിട്ട് വരാം. നമ്മുടെ വല്യച്ഛൻ്റെ വീട്ടിലാണ് ഫുഡ് അടിക്കുന്നത്. ഇതും നമ്മുടെ വീടാണ്, അതും നമ്മുടെ വീടാണ്. അതാണ് ഞങ്ങൾ വെച്ച വീട്. ഇത് നമ്മുടെ വല്യച്ഛൻ്റെ വല്യമ്മയുടെ വീടാണ്. അപ്പോൾ ഇന്ന് അവിടെ നിന്നാണ് നമ്മൾ ഫുഡ് അടിക്കുന്നത്. നമുക്ക് നേരെ പോയി ഫുഡ് അടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, നമുക്കിതാണ് നമ്മുടെ ഫുഡ് അടി പരിപാടി തുടങ്ങാം. പരിപാടി തുടങ്ങാമെന്നല്ല, ഞാൻ കുറച്ച് കഴിച്ചു തുടങ്ങി. ഞാനാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമതേ താമസിച്ച് എണീച്ചത്. അപ്പം സാധാരണ ഞാനൊരു 10 മണിയൊക്കെ ആകുമ്പോൾ കഴിക്കുന്നതാണ്. ഇന്ന് 11-11:30 വേണ്ട സമയമാവുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ട്, ഞാൻ കഴിച്ചങ്ങ് തുടങ്ങി. ഡേ ഇൻ മൈ ലൈഫ് ഞാനൊക്കെ അങ്ങ് മറന്നുപോയി. അപ്പം ഫുഡ് അടി അങ്ങ് തുടങ്ങിയായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് കഴിക്കാനുള്ള എന്താ, ചപ്പാത്തിയും ഒരു വെജിറ്റബിൾ കറിയാണ്. എന്ന് വെച്ചാൽ കിഴങ്ങും നമ്മുടെ ക്യാരറ്റ് ഇട്ടൊരു വെജിറ്റബിൾ കറിയാണ്. നമുക്കത് ഭയങ്കര ടേസ്റ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറി. ഇത് ബ്രെഡിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ സെറ്റ് സാധനമാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടേക്കണേ. എന്ന് വെച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഇന്നിനും കുറേ പരിപാടിയൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇന്നിനും കഴിച്ചിട്ട് ഉടനെ അവൻ്റെ അങ്ങോട്ട് പോകണം. അവൻ്റെ അവിടെ നിന്ന് 2-3 വീഡിയോ എടുക്കണം. എന്നുവെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ ഷോർട്സ് ഇടാൻ വേണ്ടി അത് എടുക്കണം. പിന്നെ അവനെയും കൊണ്ട് ഇവിടെ വന്ന് ഡബ്ബിംഗ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്, നമ്മുടെ റീലിൻ്റെ ഒരു ക്രൂ ഉണ്ട്. അപ്പോൾ എല്ലാവരോടും ഡബ്ബിങ്ങും എഡിറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. അതുണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഇന്ന് കോട്ടയം വരെ പോകേണ്ടി വരും. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചേട്ടൻ്റെ കൂടെ ഒരു ലാപ്പ് നന്നാക്കാൻ. അത് ചിലപ്പോഴേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി അവിടെ എപ്പോൾ പോകുന്നത് എനിക്ക് ഒരു പിടിയുമില്ല. ഒന്നാമതേ ഞാൻ ലേറ്റായിട്ടാണ് എണീച്ചത്. ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പരിപാടിയും കാണത്തിരുന്നത്, പക്ഷേ പെട്ടെന്നാണ് ഈ പരിപാടിയൊക്കെ വന്നത്. എന്തായാലും അത് കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ടോട്ടെ, ഇനി അവിടെ എത്തിയിട്ടാണ്. ഹേ ഗൈസ്, ഇതാണ് നമ്മുടെ ചെക്കൻ്റെ വീട്, ചെക്കൻ്റെ വാഹനം. ഇതാണ് ഇവൻ്റെ വീട്. അതുകൊണ്ട് അവൻ്റെ പട്ടി അവിടെ നിൽപ്പുണ്ട്, നമ്മുടെ കുഞ്ഞാച്ചി അവിടെ ഇപ്പോൾ ഉണ്ട്. അവൻ്റെ വാടാ മോനെ, എവിടാണ്? എന്താണ് അൺഎക്സ്പെക്റ്റഡ് വ്ളോഗ്? എവിടെ പോവാ? വീടെടുക്കണ്ടേ? പരിപാടി എന്താ തന്നെ വ്ളോഗ്? നീ പറഞ്ഞിട്ട് വ്ളോഗ് എടുത്തോണ്ട് വരിക. ഇനി എഡിറ്റിങ്ങും ഡബ്ബിങ്ങും ഒക്കെ ഇന്ന് പരിപാടി, കുറേ പരിപാടി ഉണ്ട് ഇന്ന്. എങ്ങനെയാ പരിപാടീസൊക്കെ? ഉഷാറാണ്. ഒരു ഡ്രസ്സ് മാറിയിട്ട് വേണം പോയിട്ടോ. അപ്പോൾ ഓക്കെ, പോയിട്ടോ. കുഞ്ഞാച്ചി നല്ല കാണിക്കും. ഇതാണ് നമ്മുടെ ചെറുക്കൻ്റെ പെറ്റ്. അഴിച്ചു വിടാത്തതുകൊണ്ടൊരു വിഷം നോക്കേണ്ടി ചെറുക്കന്. പുള്ളിക്കാരിക്ക് ഇനി ഇഞ്ചക്ഷനൊക്കെ എടുക്കണം, ഇനി നാളെ എടുത്തിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അവനെ നോക്കിയിരിക്കാം. ഗോവിന്ദേ പോടാ. ഇപ്പം നമ്മൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടുത്തെ പരിപാടിയൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി ഡയറക്റ്റ് എന്തുവാ ഇവിടെ പോകണം. ചിലപ്പോൾ ഇന്ന് കോട്ടയത്ത് പോവും. എന്താണ് ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പെരിമെന്റ് നമ്മളൊരെണ്ണം എടുത്തിട്ടുണ്ട്, ഇനി ബാക്കി 2 ഉണ്ട്. നമ്മൾ പിന്നെ വന്നിട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ നമ്മള് നേരെ ഡിസ്ക് ഇത്
എന്തുവാ TR-ന്റെ റീലിന്റെ അതെ അതെ, പുതിയ റീലൊക്കെ നമ്മൾ വേറെ ഇറക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം അവിടെ ചെന്നല്ലേ. അവിടെ ചെന്ന് നമ്മള് വ്ളോഗിന് ഒരാളെ വിളിക്കുകയാണ്. എന്താ പറയുന്നത്? ഓക്കെ ഓക്കെ. എന്താ പെട്ടെന്ന് വാ, എഡിറ്റ് ചെയ്യണ്ടേ? അതെ അതെ. ആ ഓക്കെ ഓക്കെ, പെട്ടെന്ന് ഓക്കെ ഓക്കെ. നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ആരും വന്നിട്ടില്ല, ഞാനും ഇവനും മാത്രമേ ഉള്ളൂ. ശരിയാ, നമ്മൾ വിചാരിച്ച എല്ലാവരും പോരും, പക്ഷെ ആരും വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇനി എന്തോ ചെയ്യും? കുഴപ്പമില്ല, നമുക്ക് ബാക്കി കുറച്ച് ചെയ്യാനുള്ള പരിപാടികൾ ചെയ്ത് കൊടുക്കാം. ചെയ്യാനൊക്കെ പരിപാടി. എന്നിട്ട് ആനന്ദേട്ടൻ വരും ഇതിനകത്ത് കാണിക്കാം, അങ്ങനെ കാണിക്കാം. അപ്പൊ നമുക്ക് ചെയ്യല്ലേ? ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 1 മണിക്ക് കയറിയതാണ്. ഇപ്പം 3 മണി 3:30 ഒക്കെ ആയി. ഒരെണ്ണത്തിൻ്റെ റീലിൻ്റെ ഒരു എഡിറ്റിങ് കഴിഞ്ഞു. ഇനിയാണെങ്കിൽ എന്താ ഡബിങ് ഉണ്ട് ഷോർട്ട് ഫിലിംസിൻ്റെ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം എന്താ സംഭവം. ഇതാണ്ട് ഇത് ഇവിടെ ആണ് വിഷ്ണുവിന് എല്ലാവരും ഉണ്ട്. ഡബിങ് ഇതാണ് നമ്മുടെ സ്ഥലം. ഇതാണ് നമ്മുടെ ക്യാമറമാൻ, സിനിമാറ്റോഗ്രാഫർ. ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. വിഷ്ണുണ്ണ എന്തേലും ബാ, നിന്നെ കൊണ്ടുവിടാം ബാ. അപ്പൊ നമ്മളാണെ നീ ഇവനെ കൊണ്ടുവരണം അല്ലേ? അവിടെ ചെന്നിട്ട് നമുക്ക് ഇനി വേറെ വീഡിയോസ് പരിപാടിയൊക്കെ ഉണ്ട്. ഇനി വേറെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ? അതെ, കാണാൻ കിടക്കുന്നു. അപ്പൊ നമുക്ക് ഇവനെ എന്തായാലും കൊണ്ടുപോയിട്ട് ഇനി ഫുഡ് എഡി പരിപാടി ഉണ്ട്, കുറെ ഇതുണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. അപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് വരാല്ലേ? ഓക്കെ. അപ്പം നമ്മൾ അവനെ വിട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഫുഡ് കഴിക്കാം. നമ്മൾ കുറേ ആയി ഫുഡൊക്കെ കഴിച്ചിട്ട്, എന്ന് വെച്ചാൽ രാവിലെ കഴിച്ചല്ലേ, പിന്നൊന്നും കഴിച്ചില്ല. ഇതാണ് നമ്മുടെ വലിയച്ഛൻ്റെ വീട്. ഇതാണ് വീട്. നമ്മളിപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്, അപ്പുറത്ത് അങ്ങനെ താമസമൊന്നുമില്ല. ഇതാണ് വീട്. നമുക്ക് നമ്മളൊക്കെ കൊണ്ടിട്ട് കുറേ ട്രോഫീസും പരിപാടിയൊക്കെയാണ്. കുറേ ട്രോഫീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ. ഇതാണ് പുള്ളിക്കാരൻ. കുറേ ട്രോഫിയും പരിപാടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഫുഡ് കഴിക്കാം. ഫുഡിന് എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താ അമ്മ ഫുഡ്? വീഡിയോ, യൂട്യൂബ് വീഡിയോ. എന്താ കഴിക്കാൻ? എന്തോ ഒന്നും ഇല്ലേ? ചീനി. ഇതാണ് എൻ്റെ അമ്മ. പേര് പറയൂ. എന്റെ പേര് നിർമ്മല. പിന്നെ നമുക്കപ്പം ബീഫ് കറിയാണ് ഞാൻ വിളമ്പുന്നത്. അമ്മച്ചിയുണ്ട്, കുളിച്ചിട്ട് വരുന്നു. ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി. എന്താ വീഡിയോയാ, വ്ളോഗാ, കാര്യമായിട്ട് ഇതാണ് നമ്മുടെ അടുക്കള. ഇതാണ് കഴിക്കാൻ. എന്നൊക്കെ കഴിക്കട്ടെ? ഞാൻ ചോറിന് മോരികറിയാണ് ഒഴിച്ചു കൊടുക്കാൻ പോവാ. മതി, ഇത്ര ആർട്ടിഫിഷ്യൽ മതി. ഇതാണ് അമ്മച്ചി. ഒഴുകി, അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പം നമുക്കിന്ന് കഴിക്കാനുള്ളത് ചോറ്, കപ്പ, ബീഫ്. ഫ്രണ്ട്സ്, നമുക്കിത് കഴിക്കാം. കഴിക്കുന്ന മുമ്പാണ് ഇങ്ങനെ എടുക്കുക, ബീഫ് ഇങ്ങനെ വെക്കുക, എടുക്കുക. നമ്മൾ കുറേ നേരം കഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. കഴിച്ചിട്ട് ഇനി അങ്ങനെ വലിയ പരിപാടിയൊന്നും കാണത്തൊന്നുമില്ല. ഇനി ഡബിങ്, ഇനി ഒരു ഷോർട്ട് ഫിലിമിൻ്റെ എഡിറ്റിംഗ് കൂടെ കാണത്തുള്ളൂ. ചിലപ്പം ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് നിൽക്കുകയോ അറിയത്തില്ല. നമുക്കെന്തായാലും കഴിച്ചിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. നമുക്ക് അടുത്ത ഇത് വന്നിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ അടുത്തൊരു ഷോർട്ട് ഫിലിമിൻ്റെ സ്ക്രിപ്റ്റൊക്കെ നമ്മളെ കൊണ്ടൊരു കൂട്ടുകാരൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഷോർട്ട് ഡിവിഷനും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം സെറ്റാക്കണം. നമ്മളാണെങ്കിൽ ഇപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരാണ് അവിടെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് ഈ സ്ക്രിപ്റ്റൊക്കെ നിങ്ങളെന്ന് കാണിക്കാൻ കൊണ്ട് എടുത്തുകൊണ്ട് വന്നത്. ഇതാണ്, ഇതിനകത്ത് ഫുള്ള് സ്ക്രിപ്റ്റാണ്. അപ്പോൾ ഇനിയും ഇതൊക്കെ ഒന്ന് കറക്റ്റ് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് ഇനിയും അമ്പലത്തിലൊക്കെ പോകണമെന്നുണ്ട്. ഇനി എന്ത് നടക്കുമെന്ന് അറിയത്തില്ല. പിന്നെ രാവിലെ പറഞ്ഞ കോട്ടയം പരിപാടി അതെന്തായാലും ക്യാൻസലായിട്ടുണ്ട്. അതിന് നാളെ കാണത്തുള്ളൂ. അത് നാളെ പറ്റുവാണെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കും. എന്തായാലും റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ വൈകിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റുവാണെങ്കിൽ ഒന്ന് പോകണം. നമ്മളെല്ലാ ദിവസം അമ്പലത്തിൽ പോകുന്നതാണ്. അപ്പം ചുറ്റുളങ്ങര അപ്പം പോകാണെങ്കിൽ പറ്റുവാണെങ്കിൽ എടുക്കണം. എന്തായാലും ഇതൊക്കെ ഇന്ന് പോയി സെറ്റാക്കട്ടെ. കുറച്ച് തിരക്കായി പോയി. ഞാൻ വിചാരിച്ചു ഇന്ന് നല്ലതായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാം ഒക്കെ ഒന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇന്നൊരു മിനി ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും വരുന്നത്. എന്തായാലും ഇന്നലെ പോയി സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പം ആദ്യം ഞങ്ങൾ രണ്ടുപേരും വെച്ചാണ് നമ്മുടെ ഡിസ്കഷനൊക്കെ തുടങ്ങിയത്. ആദ്യം വലുതായിട്ട് ആൾക്കാരൊന്നും വന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇങ്ങനെ പെതിയെ എല്ലാവരും വന്നു തുടങ്ങി. എന്തായാലും അവസാനം വന്നപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഡബിങ് പരിപാടി, എഡിറ്റിംഗ് പരിപാടി എല്ലാം തുടങ്ങണം.
അതുകൊണ്ട് ഇതാണ് നമ്മുടെ മീൻ, നമ്മുടെ അനന്തേട്ടൻ. നമുക്ക് എന്തായാലും നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എല്ലാവരും ഇപ്പം എഡിറ്റിങ്ങിലല്ല ഡബ്ബിങ്ങിലാണ്. ഞാൻ അവിടെ നിന്ന് ഇച്ചിരി മാറി ഇങ്ങനെ എന്തുവാ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മിനി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയും കുറേ പരിപാടിയുണ്ട്. അപ്പം ഇനിയും ഡബ്ബിങ്ങിന് കയറിയാൽ പിന്നെ രാത്രിയിലൊക്കെ ഇറങ്ങത്തുള്ളൂ, ചിലപ്പം വെട്ടൊന്നും കാണത്തില്ല. അപ്പം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെന്ന് അറിയാം, എന്നാലും നമ്മൾ ചെറിയൊരു വീഡിയോ ഇന്ന് എടുക്കാമെന്ന് ഇങ്ങനെ വെച്ചു, ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇനി കുറച്ചുകൂടെ പവറായിട്ട് കുറേ വീഡിയോസ് നമുക്ക് ഇനിയും വരും. പിന്നെ ഇത്ര ഉള്ളായിരുന്നു. ഇന്നൊരു ഞായറാഴ്ച കുറച്ച് തിരക്കായിപ്പോയി. അല്ലാത്തപ്പോൾ സാധാരണ ഇത്രയും തിരക്കില്ലാത്തതാണ്. ഇപ്പോൾ ഷൂട്ടാണെങ്കിൽ തന്നെ നമുക്ക് ഒരു 6 മണിക്കുള്ളിൽ എല്ലാം തീരും. പക്ഷേ ഇന്ന് ഷൂട്ടും ഡബ്ബിങ്ങും എഡിറ്റിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് വന്നുകൊണ്ടാണ് നമ്മൾ ഭയങ്കര ഇതായിപ്പോയത്. സത്യം പറഞ്ഞാൽ ഫുഡ് പോലും നേരെ അവനൊന്ന് ഫുഡ് കഴിക്കാൻ പോലും പറ്റിയില്ല. എന്ന് വെച്ചാൽ രാവിലെ ഫുഡ് ചെറുതായിട്ട് കഴിച്ചുള്ളൂ, ഉച്ചയ്ക്കും അത് അത്ര സാധാരണ അതിൽ കൂടുതൽ കഴിക്കുന്നതാണ്. അപ്പം എല്ലാം കുറച്ച് ടയേർഡാണ്, അതാണ് ഇതായിപ്പോയത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഫാമിലി വ്ളോഗ് ഇത്രയേ ഉള്ളൂ, ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ.